കുട്ടീസ് കുക്കിങ്ങിലേക്ക് ഇവർക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സ്പെഷ്യൽ ഒരു മീൻ കറിയാണ്, വാഴപ്പിണ്ടിയിട്ട മീൻ കറി. അതിനായി ഞാനിവിടെ കുറച്ച് മീനും വാഴപ്പിണ്ടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മീൻ കറിയിലേക്ക് പോയി. ഞാൻ അതിനായിട്ട് വെച്ചിരിക്കുന്ന മീൻ മോത മീനാണ്, 1/2 കിലോ മോത മീൻ. നമുക്കിനി കറി ഉണ്ടാക്കുന്നതിലേക്ക് നമുക്കിനി പോകാം. നമുക്കിപ്പോൾ അടുപ്പ് കത്തിച്ച് നമുക്ക് മസാല തയ്യാറാക്കാം. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിക്കുന്നത്. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടാറായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പൊട്ടി തുടങ്ങട്ടെ കേട്ടോ. നമ്മുടെ ഉലുവയും കടുകും പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ്, അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് നമുക്ക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചേർക്കേണ്ടത് മുളക് പൊടി മാത്രമാണ്, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഒരു എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് 2 ടീസ്പൂണുമാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ല ചുവന്ന് വരണം മുളക്. നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് കുടംപുളിയാണ് എടുത്തേക്കുന്നത്. നമുക്കത് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തയ്യാറായി ഒന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് മീനൊന്ന് അടുക്കി വാഴപ്പിണ്ടിയൊക്കെ വെച്ച് നമുക്കൊന്ന് അടുക്കിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ചട്ടിയിലേക്ക് വാഴപ്പിണ്ടി ആദ്യം അടുക്കാവേ. മീനാണ് എടുത്തേക്ക്. നമുക്കിത് ഇതിൻ്റെ പുറത്തേക്ക് ഇനി മോത മീൻ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ അടുക്കിയിട്ടുണ്ട്. വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വാഴപ്പിണ്ടി എടുക്കാവേ. നമ്മളിപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീനിലേക്ക് എടുത്ത് ഒഴിക്കാം. നമുക്കിനി ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. നമുക്കിനി ഇതിലേക്ക് ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വാഴപ്പിണ്ടിയിട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറക്കുന്ന സമയത്ത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.